എണീക്ക് ചിന്നക്കുട്ടി. മരുന്ന് കഴിക്ക് ചിന്നക്കുട്ടി. എനിക്ക് മരുന്ന് വേണ്ട, വേണ്ടെന്ന് പറഞ്ഞാ വേണ്ട. അങ്ങനെ പറഞ്ഞെങ്ങനെയാ? മരുന്ന് കഴിച്ചാലല്ലേ ചിന്നക്കുട്ടിയുടെ അസുഖം മാറൂ. ചിന്നക്കുട്ടിയുടെ അസുഖം മാറി. ചിന്നക്കുട്ടിയല്ലേ, മരുന്ന് കഴിക്ക്. അല്ലേൽ ആന്റി കരയുവേ. മരുന്ന് വേണ്ട. അല്ല ചിന്നക്കുട്ടിയല്ലേ, കഴിക്കേ. എന്താ സിസ്റ്റർ? ചിന്നക്കുട്ടി മരുന്ന് കഴിക്കുന്നില്ല. സിസ്റ്റർ പൊക്കോളൂ, ഞാൻ കൊടുത്തോളാം. ചിന്നു, കുഞ്ഞു രാജകുമാരി, ഓടി വന്നീ മരുന്ന് കഴിച്ച്. എന്താ കുഞ്ഞു രാജകുമാരിക്ക് മരുന്ന് കഴിക്കാൻ ഇത്ര മടി? മരുന്ന് കുടിച്ച് ചിന്നു ഉറങ്ങി പോന്നു. ഭയങ്കര ക്ഷീണം, ദേഹമൊക്കെ വേദനിക്കുക. ചിന്നു മരിക്കാൻ പോവോ? ഒന്നുമില്ല കേട്ടോ. ചിന്നൂട്ടി കിടന്നോ, പാട്ട് പാടി. ചിന്നുമോൾ ഉറങ്ങിയല്ലേ? എപ്പോഴും ഒരേ മയക്കോ ഡോക്ടർ. എങ്ങനെ കളിച്ചു തിരിച്ചു നടന്നു. നാളെ കീമോ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഡോക്ടർ. ഡോക്ടർ, ഈ കീമോ ഒക്കെ ചെയ്യുമ്പോ നിറയെ മുടിയൊക്കെ പോകില്ലേ ഡോക്ടർ? മുടി പോവും, പക്ഷെ തിരികെ വരുവോടോ. നന്നായി പ്രാർത്ഥിക്കേ. എന്റെ മോൾക്കൊന്നും വരുത്തരുത്. എന്തിനാ കരയുന്നേ? കരയണ്ടോ? ഒന്നുമില്ലാട്ടോ. അല്ലേലും ചിന്നുമോക്ക് ഒന്നുമില്ല കേട്ടോ. ചിന്നു ഉറങ്ങിക്കോ, പഠിത്തരാവേ. ഒന്നുമില്ല ചിന്നു, ഉള്ളതെല്ലാം ഇപ്പൊ മോള് ഛർദിച്ച് കളഞ്ഞില്ലേ. ഒന്നുമില്ല കേട്ടോ. ചിന്നോക്ക് ഛർദിക്കാൻ പറ്റുന്നു. ഇല്ല കേട്ടോ, അത് ചിന്നുവിന് തോന്നുന്നതാണേ. എന്താ ചിന്നു? ചിന്നോട് മുടിയൊക്കെ കുഴഞ്ഞു പോവാണല്ലേ. മുടി കഴിഞ്ഞ എന്താ മോളെ, അതൊക്കെ പെട്ടെന്ന് വളരുമല്ലോ. മുടി മൊത്തം കുഴഞ്ഞു പോയ എന്നെ എല്ലാരും മുട്ടത്തലച്ചിന്ന് വിളിച്ച് കളിയാക്കൂ. ഇല്ല കേട്ടോ, ചിന്നുവിനെ അങ്ങനെയൊന്നും വിളിച്ച് ആരും കളിയാക്കില്ല കേട്ടോ. ആരെങ്കിലും കളിയാക്കി അച്ഛനവർക്കൊരു വയക്ക് വെച്ചു. ചിന്നുട്ടി കിടന്നോ. ഡോക്ടർ? യെസ്, കമ്മിങ്. പറയൂ ഡോക്ടർ, ഞാൻ ഈ ഞണ്ടിനോട് പൊരുതാൻ തീരുമാനിച്ചു. അങ്ങനെ ഒരു ഞണ്ടിനെ ഒരുക്കിക്കൊണ്ടുപോകാൻ ഞാൻ എന്റെ കുഞ്ഞിനെ വിട്ടുകൊടുക്കില്ല. എനിക്ക് വേണം അവളെ. ഗുഡ് ഡിസിഷൻ. ഈ പോരാട്ടം തോൽക്കാനുള്ളതല്ല, ജയിക്കാനുള്ള. നമ്മൾ വിചാരിച്ചായി നടക്കാത്തായി ഒന്നുമില്ലടെ ഈ ലോകത്ത്. قال رسول الله صلى الله عليه وسلم: عجبا لأمر المؤمن إن أمره كله خير وليس ذاك لأحد إلا للمؤمن إن أصابته سراء شكر فكان خيرا له وإن أصابته ضراء صبر فكان خيرا له. رواه مسلم.
ചിന്നു ടൺ ടടായ്. അയ്യേ മുട്ടയായി. ചിന്നു ക്യാൻസർ എന്നാൽ ജീവിതത്തിന്റെയോ സ്വപ്നങ്ങളുടെയോ അവസാനമല്ല. പ്രതീക്ഷയുടെ ഒരു ചെറുകണം മതി ജീവിതം വീണ്ടും തളിരിടാൻ, മുളച്ചു പൊങ്ങാൻ.